ഞങ്ങൾ രാവിലെ ചക്കുളത്തുകാവിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുട്ടനും പൊടിയും പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. ഒരു 8 മണിയോടൊക്കെ ചക്കുളത്തെത്തി. പ്രാവശ്യം വിനുവേട്ടൻ വന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അമ്പലത്തിൽ പോയില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. സന്തോഷമായാലും സങ്കടമായാലും അത് ചക്കുളത്തമ്മയോട് പറഞ്ഞാലേ എനിക്കൊരു സുഖമുള്ളൂ. ഒരു നാരങ്ങാമാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദേവിക്ക് നാരങ്ങാമാല ചാർത്തത്തില്ലായിരുന്നു. അതപ്പോൾ എനിക്കൊരു വിഷമമായി. പിന്നെ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുട്ടനാടൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പക്ഷേ ഒരുപാട് നെൽവയലുകളും വെറുതെ കിടക്കുവാണ്. അപ്പോൾ എന്തോ സീസൺ ആയിട്ടില്ല എന്ന്, നെല്ലിടാൻ ഇനി പോണതേ ഉള്ളൂ. അപ്പം കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഒരു പച്ചപ്പില്ലാത്തതുകൊണ്ട് കാണാനൊരു സുഖമില്ലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ എങ്ങും വണ്ടിയൊന്നും നിർത്തിയില്ല. നല്ല വെയിലുണ്ടായിരുന്നു. ഫോട്ടോസൊന്നും എടുത്തില്ല. ഇങ്ങനെ വരുന്ന വഴിക്കിട്ടാണ് നമ്മുടെ ആമ്പൽപ്പൂ പൂത്ത് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഒരു ആമ്പൽപ്പൂ പറിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അടുത്തെങ്ങും അരുവിനൊന്നും നിൽക്കാത്തതുകൊണ്ട് ഭയങ്കര വിഷമിച്ച് നിന്നപ്പോഴാണ് ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നീന്തി വരുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളടുത്ത് ചോദിച്ചു പൂ വേണമെന്ന്. അപ്പോൾ ഇല്ല, നമ്മൾ ആഗ്രഹം സഫലമായതുപോലെ ഞാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനാണ് ഈ നെല്ലിടാനാണ്, ഈ വയൽ പറ്റിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ പോശയൊക്കെ പിടിച്ച് അടുപ്പിക്കുന്നതാണ്. എന്നിട്ട് തുലാമോടുകൂടി നെല്ലിടും എന്നാണ് പറഞ്ഞത്. ആ ചേട്ടൻ എനിക്ക് ഒരുപാട് അവിടെ നിന്ന് അത്രയും പൂവും പറിച്ചു തന്നു. ഭയങ്കര സന്തോഷമായി. ഒരു പൂവാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ എനിക്ക് ഒരുപാട് പൂ കിട്ടി. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചിലതൊക്കെ പെട്ടെന്ന് സാധിക്കുമല്ലോ. അപ്പോൾ ഇത് ചിലപ്പോൾ ചക്കുളത്തമ്മ സാധിച്ച് തന്നതായിരിക്കാം. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു മനുഷ്യൻ ആ വെള്ളത്തിലുണ്ടാവുമെന്നും അദ്ദേഹം എനിക്ക് ഈ പൂ കൊണ്ട് തരുമെന്നും ഒന്നും. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അത്രയും പൂവായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോരുന്നു.